ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നലത്തെ എപ്പിസോഡിൽ നാം കേട്ടത് 3 ബന്ധങ്ങളെക്കുറിച്ചാണ്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള ആ 3 ബന്ധങ്ങൾ, അതായത് സ്നേഹം, സന്തോഷം, സമാധാനം എന്നുള്ള 3 ബന്ധങ്ങൾ. ഇന്ന് നമുക്ക് ധ്യാനത്തിനായി മറ്റ് 3 ബന്ധങ്ങൾ എടുക്കാം. അത് മറ്റുള്ളവരോടുള്ള നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ കൂടി ഉളവാകേണ്ട ഫലങ്ങളാണ്. ദീർഘക്ഷമ, ദയ, പരോപകാരം എന്ന 3 ബന്ധങ്ങളാണിവ. ഇതിൻ്റെ അഭാവം മൂലം നമ്മുടെ സമൂഹത്തിൽ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ സംഭവിക്കുന്നു. ഓരോ വ്യക്തിയും ഓരോ ദ്വീപായി മറ്റുള്ളവരിൽ നിന്നും അന്യപ്പെട്ട് കഴിയുകയാണ് ഇപ്പോൾ. ഐക്യത്തിലും കൂട്ടായ്മയിലും നയിക്കുന്ന ദൈവാത്മാവ് ഇന്ന് അധികമായി നമ്മുടെ ഇടയിൽ വ്യാപരിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി നാം സ്വീകരിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്നാമത്തേത് ദീർഘക്ഷമയാണ്. പ്രായോഗികമാക്കാൻ വളരെ പ്രയാസമുള്ള ഒന്നാണ് ദീർഘക്ഷമ. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ മാത്രമേ അത് പ്രാവർത്തികമാക്കുവാൻ കഴിയുകയുള്ളൂ. വേഗത്തിൽ ചൊടിക്കുന്ന സ്വഭാവത്തിന് നേരെ എതിരായിട്ടുള്ളതാണ് ദീർഘക്ഷമ. വേദപുസ്തകത്തിൽ ദൈവത്തിന് മനുഷ്യനോടുള്ള മനോഭാവത്തെ വ്യഞ്ജിപ്പിക്കുന്നതാണ് ഈ പദം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയും ഉള്ളവൻ. ഈ കാര്യം യഹോവ തന്നെ മോശയോട് പറയുന്നതാണ്. 10 കൽപ്പനകൾ എഴുതുന്നതിനായി 2 കൽപ്പനകളുമായി സീനായി പർവ്വതത്തിൽ 2-ാം പ്രാവശ്യം ചെല്ലുന്ന സമയത്ത് പറയുന്നതാണിത്. നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അതിൻ്റെ അവസാന ഭാഗത്തിൽ, നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാ സമൃദ്ധിയും ഉള്ള ദൈവമാകയാൽ അവരെ കൈവിട്ട് കളഞ്ഞില്ല. സങ്കീർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമയെപ്പറ്റി പ്രകീർത്തിക്കുന്നുണ്ട്. 86-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ പ്രകാരം പറയുന്ന, നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയും ഉള്ളവൻ തന്നെ. 145-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ. ഇവിടെയൊക്കെയും നാം കാണുന്നത് ദൈവം ദീർഘക്ഷമയുള്ളവനാണ് എന്നാണ്. പരിശുദ്ധനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-3 വാക്യം നോക്കുമ്പോൾ ഇവിടെ പറയുന്നത്, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാനത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ എന്നാണ് 2-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ദയ. ഇവിടെ നാം കാണുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ദയ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം എന്നതാണ്. എന്നാൽ യേശു എന്താണ് ചെയ്തത്, എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അവതരിച്ച ക്രിസ്തുവിൽ ഇത് ഏറ്റവും പ്രകടമായിരുന്നുവെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നത് തീത്തോസിന്റെ എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ഉം 5-ഉം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യ പ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. ഇന്നത്തെ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്? ദയയില്ലാതെ പോകുന്ന കാലത്ത് ദയ എന്ന് പറയുന്നത് ആർക്കുമില്ല, ആർക്കും സഹനശക്തിയില്ല. സഹിഷ്ണുത എന്ന് പറയുന്നത് ആരിലും ഇല്ലാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഹൃദയത്തിൽ ദയ ഉണ്ട് എങ്കിൽ മാത്രമേ അത് വാക്കുകളിലൂടെ പ്രതിഫലിക്കുകയുള്ളൂ. ഇവിടെ നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നാം സംസാരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്നത് സത്യമാണോ, ദയവുള്ളതാണോ, ആവശ്യമുള്ളതാണോ, പ്രയോജനപ്രദമാണോ? ഉത്തരം നിഷേധാത്മകമാണ് എങ്കിൽ ഇങ്ങനെയുള്ള സംഭാഷണത്തിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പരോപകാരം അഥവാ നന്മ. ദൈവത്തിൻ്റെ സവിശേഷ ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് നന്മ. നല്ലവനായി അഥവാ നന്മയുള്ളവനായി, അത് നിറഞ്ഞ് നിൽക്കുന്ന വ്യക്തിത്വം ഉള്ളവനായി ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകും.
വിശുദ്ധ മർക്കോസ് എവൻഗേലിസ്റ്റ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 18-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. ഈ സത്യം മനസ്സിലാക്കാതെയാണ് ചിലരെങ്കിലും നന്മ നിറഞ്ഞ മറിയമേ എന്ന് തങ്ങളുടെ കൗമാ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത്. ശരിയെന്നത് കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ളതാണ്. അഹങ്കാരവും സ്വാർത്ഥത താല്പര്യവും ഉള്ള ഒരു വ്യക്തിക്ക് നന്മ ചെയ്യുവാൻ സാധിക്കില്ല. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ എന്നീ ഗുണങ്ങളില്ലാത്ത ഒരു വ്യക്തിക്ക് നിന്നും പരോപകാരം അഥവാ നന്മ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പൗലോസ് ശ്ലീഹ എന്താണ് നമ്മോട് പറയുന്നതെന്ന് നോക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ എന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ഉം 10-ലും ഇപ്രകാരം പറയുന്നു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ നാം തക്ക സമയത്ത് കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഭവനങ്ങളിലും സമൂഹത്തിലും ജോലിസ്ഥലത്തും വ്യാപാര മേഖലകളിലും സഭയിലും എല്ലാം നമ്മുടെ ബന്ധങ്ങൾ ഉലച്ചിൽ സംഭവിക്കുമ്പോൾ, സംഘർഷങ്ങൾ സംജാതമാകുമ്പോൾ ഈ 3 ഫലങ്ങളെ കുറിച്ച് നാം ഓർക്കണം. ദീർഘക്ഷമ, ദയ, പരോപകാരം അഥവാ നന്മ. അത് നമ്മിൽ സൗഹാർദ്ദതയും നല്ല ബന്ധവും സ്ഥാപിക്കുവാൻ സഹായിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ടി വരില്ല എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാകും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം അഥവാ നന്മ എന്ന ഗുണങ്ങൾ നമ്മളുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ഒരു ക്രിസ്ത്യാനിയുടെ നല്ല ലക്ഷണത്തോടു കൂടി ഇനിയുള്ള ജീവിതം ജീവിക്കുവാൻ സാധിക്കും. ഇനിയും നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാത സമയത്ത് നിന്റെ മുമ്പിൽ തലകളെ വണക്കുന്ന നാം ഓർത്ത് എന്നെ ശ്രവിക്കുന്നവരോടൊപ്പം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സിൽ സ്നേഹവും സന്തോഷവും സമാധാനവും നീ പകരണമേ. ഞങ്ങൾക്ക് ദീർഘക്ഷമ ഉണ്ടാകുവാനുള്ള അനുഗ്രഹം നീ നൽകണമേ. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ദയയുടെ കിരണം തെളിഞ്ഞു വരണമേ. പരോപകാരം ചെയ്യുന്നതിനുള്ള സന്മനസ് നീ ഞങ്ങൾക്ക് തരണമേ. വിശ്വസതയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സംഗതിയാക്കണമേ. ഞങ്ങളുടെ മനസ്സിൽ സൗമ്യത പകരണമേ. ഇന്ദ്രിയ ജയം ഞങ്ങൾക്ക് നീ തരണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ നിറയ്ക്കണമേ. നിനക്ക് വസിക്കുന്നതിനായി ഞങ്ങളുടെ ശരീരങ്ങളെ ഒരുക്കുന്നതിന് വേണ്ടി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സംഗതിയാക്കണമേ. ബാക്കിയുള്ള ജീവിതം കർത്താവേ, നല്ല ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ തിരുവചനം കേട്ട് ധ്യാനിക്കുന്നതിന് സംഗതിയാക്കിയതിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. 1000 പ്രാവശ്യം നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന ദാനിയേൽ പ്രവാചകന്റെ പ്രാർത്ഥനകളെ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമീൻ. കർത്താവിൽ പ്രിയ വിശ്വാസിനികളുടെ സമൂഹമേ, എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.